സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക്. പാസ്മന്ദ മുസ്ലിങ്ങൾക്ക് പിന്നാലെ ഓടിയതിന് ശേഷം ഇപ്പോഴത്തെ സംഘപരിവാര യാത്ര സൂഫി മുസ്ലിങ്ങൾക്ക് പിന്നാലെയാണ്. സൂഫികളുടെ പിന്നാലെ വെച്ച് പിടിക്കുന്നത് കൊണ്ട് ഗുണമുണ്ടാകും എന്നത് BJP നേരത്തെ തന്നെ കണ്ടെത്തിയ കാര്യമാണ്. 2022 മുതൽ BJPയുടെ ന്യൂനപക്ഷ മോർച്ച അവർക്ക് പിന്നാലെ കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. 2023 ലക്നോയിൽ ന്യൂനപക്ഷ മോർച്ച സൂഫി സംവാദ് മഹാ അഭിയാൻ സംഘടിപ്പിച്ചിരുന്നു. സൂഫികളുമായുള്ള RSSന്റെ സംവാദമായിരുന്നത്രേ അത്. അകലമോ വിടവുകളോ ഇല്ല, മോദി നമ്മുടെ സഹോദരനാണ് എന്നൊരു മുദ്രാവാക്യം പ്രഖ്യാപിച്ച പ്രസ്തുത സംവാദം എല്ലാ സംസ്ഥാനത്തിലെയും മുസ്ലിങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അവ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനായിരുന്നത്രേ ആ സംവാദത്തിന്റെയും തുടർന്നുള്ള കൂടിച്ചേരലുകളുടെയും ലക്ഷ്യം എന്നാണ് മോർച്ച നേതാക്കൾ പറയുന്നത്. ഇന്ത്യൻ ഇസ്ലാമിന്റെ രൂപമായാണ് സൂഫിസത്തെ ഇവർ വിലയിരുത്തുന്നതും പ്രചരിപ്പിക്കുന്നതും. ഈ ഇസ്ലാമിന്റെ പ്രത്യേകത ബഹുസ്വരതയാണത്രേ. മനുഷ്യരും ദൈവവും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ടാക്കാൻ ഈ വിശ്വാസം സഹായിക്കും. ദൈവം എന്നാൽ അള്ളാഹു, രാമൻ, കൃഷ്ണൻ, ക്രിസ്തു, വാഹഗുരു എന്നിവരൊക്കെ ഉൾപ്പെടും. ഇതല്ലാത്തവയെല്ലാം തീവ്ര ഇസ്ലാമിന്റെ വകഭേദങ്ങൾ. സൂഫിസത്തിന്റെ തകർച്ചയോടാണത്രേ മറ്റു വകഭേദങ്ങൾ ഇസ്ലാമിലേക്ക് വന്നത്. വേദങ്ങളും ഖുർആനും ഇടകലർത്തി ഗാനങ്ങൾ ആലപിച്ച സൂഫികൾ ഇന്ത്യയുടെ പാരമ്പര്യത്തിന്റെ സൂക്ഷിപ്പുകാരായിരുന്നു എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പുതിയ പ്രസ്താവന. അമീർ ഖുസ്രുവിന്റെ ഓർമ്മയിൽ ഡൽഹിയിൽ സംഘടിപ്പിച്ചു വരുന്ന ജഹാനെ ഖുസ്രു എന്ന ത്രിദിന സൂഫി സംഗീത പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താൻ ഒരു സ്ഥലത്ത് ഒതുങ്ങുന്നില്ലെന്നും എല്ലായിടത്തേക്കുമുള്ളവനാണെന്നുമുള്ള റൂമിയുടെ വാക്കുകൾ വസുധൈവ കുടുംബകത്തിന്റെ മറ്റൊരു വകഭേദം എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ മറ്റൊരു കണ്ടെത്തൽ. ഇത്തരം സൂഫി കവികളുടെ വാക്കുകൾ ലോകരാഷ്ട്രങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യാൻ തനിക്ക് കരുത്ത് നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. താൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സൂഫി പള്ളികൾക്കും ദർഗകൾക്കും ഖബർസ്ഥാനുകൾക്കും വേണ്ടി ചെയ്ത സേവനങ്ങളും അദ്ദേഹം അനുസ്മരിക്കുകയുണ്ടായി. ഇന്ത്യ ഹേറ്റ് ലാബിന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം 2023 നിന്നും 2024 എത്തുമ്പോൾ വിദ്വേഷ പ്രസംഗത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ 74.4% അത്രേ വളർച്ച ഉണ്ടായിരിക്കുന്നത്. ഒന്നാം സ്ഥാനത്തുള്ളത് ഉത്തർപ്രദേശാണ്. 242 സംഭവങ്ങളാണ് അവിടുത്തെ കണക്കിലുള്ളത്. തൊട്ടുപിറകിൽ മഹാരാഷ്ട്ര 210 കേസുകളുമായിട്ട് നിൽക്കുന്നു. മൂന്നാം സ്ഥാനത്ത് മധ്യപ്രദേശും. ഇരകളുടെ സ്ഥാനത്ത് മിക്കപ്പോഴും മുന്നിൽ മുസ്ലിങ്ങളും തൊട്ടുപിന്നിലായി ക്രിസ്ത്യാനികളുമാണ് ഉള്ളത്. ക്രിസ്ത്യാനികൾക്കെതിരായ അതിക്രമങ്ങൾ മിക്കവാറും ക്രിസ്തുമസിനോടനുബന്ധിച്ചാണ് അത്രേ നടക്കാറുള്ളത്. ഇതിൽ മിക്കവാറും സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നവയാണ്. മുന്നിൽ ഫേസ്ബുക്ക് തന്നെ. മുഖ്യ പ്രയോജകരാവട്ടെ രാജ്യം ഭരിക്കുന്ന BJPയും കൂട്ടരും. വിദ്വേഷ പ്രസംഗകരിൽ മുമ്പന്മാർ നരേന്ദ്രമോദിയും അമിത്ഷായും ആദിത്യനാഥും. കണക്ക് പ്രകാരം യോഗി വക ഇത്തരം 86 പ്രസംഗങ്ങളുണ്ട്. മുസ്ലിങ്ങളെ നുഴഞ്ഞു കയറ്റക്കാർ എന്നൊരു വിഭാഗം വിളിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ ലവ് ജിഹാദിന്റെയും ഭൂമി ജിഹാദിന്റെയും വോട്ട് ജിഹാദിന്റെയും ആളുകളായി വിശേഷിപ്പിക്കുന്നു. വേറൊരു കൂട്ടരാവട്ടെ ഹിന്ദുക്കളുടെ സ്വത്തിനും സംസ്കാരത്തിനും സുരക്ഷയ്ക്കും ഭീഷണി ഉയർത്തുന്നവരായാണ് മുസ്ലിങ്ങളെ വിശേഷിപ്പിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കാലത്താണ് കാര്യമായ തോതിൽ വെറുപ്പ് വിളവെടുക്കുന്നത് അത്രേ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അത് വ്യക്തമായി കാണുകയും ഉണ്ടായെന്ന് റിപ്പോർട്ട് പറയുന്നു. ഇലക്ഷൻ കമ്മീഷനുകൾ നോട്ടീസ് അയക്കുക എന്നതിനപ്പുറം കടക്കാൻ തയ്യാറായിട്ടില്ല. പെരുമാറ്റച്ചട്ടത്തിനൊന്നും ആരും യാതൊരു വിലയും കൊടുക്കാറില്ല അത്രേ. ഹേറ്റ് ലാബിന്റെ കണക്കുകൾ പ്രകാരം വിദ്വേഷ പ്രസംഗങ്ങളെ തരംതിരിച്ചിട്ടുണ്ട്. അക്രമം നടത്താൻ നേരിട്ട് ആഹ്വാനം ചെയ്യുന്ന 259 എണ്ണം, സായുധ കലാപത്തിന് പ്രേരിപ്പിക്കുന്ന 123 ആരാധനാലയങ്ങൾ പ്രത്യേകിച്ച് പള്ളികൾ നശിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്ന 274 എന്നിങ്ങനെയാണ് തരംതിരിവ്. 2024 പൊതു തെരഞ്ഞെടുപ്പ് മുതൽ ഹേറ്റ് ലാബിന്റെ വെബ്സൈറ്റിന്റെ പ്രവർത്തനം സർക്കാർ തടസ്സപ്പെടുത്തിയിരുന്നു. വാഷിംഗ്ടൺ ആസ്ഥാനമായാണ് ഇവരുടെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് യാതൊരു തരത്തിലുള്ള രാജ്യവിരുദ്ധ വാർത്താ ഏജൻസികളുടെയും സഹായം ആവശ്യമില്ലെന്നും ഇന്ത്യയുടെ ഇമേജ് തകർക്കരുത് എന്നുമാണ് ഭരണകൂടത്തെ പ്രതിനിധീകരിക്കുന്നവർ പറയുന്നത്. ക്യാമ്പസുകളിലെ ജാതി വിവേചനത്തിന്റെ ഏറ്റവും ഭീകരമായ ഉദാഹരണങ്ങളായിരുന്നു രോഹിത് വെമുലയും പായൽ തത്വയും. രണ്ടുപേരുടെയും അമ്മമാർ ഈ വിവേചനത്തിനെതിരെ പോരാടാൻ രംഗത്തിറങ്ങി. കോളേജുകളിൽ ജാതി വിവേചനം നടക്കുന്നില്ല എന്നും അതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്നും ഒക്കെ വിശദീകരണങ്ങൾ ഉണ്ടായി. ഒടുവിൽ ജനുവരി 3 സുപ്രീം കോടതി ജാതി അടിസ്ഥാനത്തിലുള്ള വിവേചനവും ആത്മഹത്യയും തടയാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് UGCക്ക് നിർദ്ദേശവും നൽകി. ഇപ്പോഴിതാ അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും വിവേചന വിരുദ്ധ കരാർ വാങ്ങൽ, തുല്യാവകാശ കേന്ദ്രങ്ങൾ, തുല്യതാ കമ്മിറ്റിയിൽ സ്ത്രീകൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം തുടങ്ങി ഒട്ടനവധി നിർദ്ദേശങ്ങളുമായി UGC അവരുടെ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിരിക്കുകയാണ്. ഇത് അംഗീകരിക്കപ്പെടുന്ന പക്ഷം 2012 നിർദ്ദേശങ്ങൾക്ക് മാറ്റം വരും. പിന്നാക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി പദ്ധതികളും പരിപാടികളും സംഘടിപ്പിക്കുക എന്നതാണ് തുല്യാവകാശ കേന്ദ്രത്തിന്റെ പ്രധാന പരിപാടി. വിദ്യാഭ്യാസം, തൊഴിൽ, സാമ്പത്തിക ഭദ്രത, സാമൂഹിക വിഷയങ്ങൾ എന്നീ കാര്യങ്ങളിലൊക്കെ ഈ കേന്ദ്രം മാർഗനിർദ്ദേശവും കൗൺസിലിംഗും നൽകും. ക്യാമ്പസുകളിൽ വൈവിധ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം
പൊതുജനങ്ങളുമായും പോലീസ്, ജില്ലാ ഭരണകൂടം, NGO-കൾ, അധ്യാപകർ, മറ്റ് സ്റ്റാഫുകൾ, രക്ഷിതാക്കൾ എന്നിവരുമായും ചേർന്നായിരിക്കും കേന്ദ്രത്തിന്റെ പ്രവർത്തനം. ഇതോടൊപ്പം ഒരു തുല്യതാ സ്ക്വാഡിനുള്ള നിർദ്ദേശവും മാർഗനിർദ്ദേശങ്ങളിലുണ്ട്. ഇവർ ക്യാമ്പസിൽ നടക്കുന്ന വിവേചന പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും തടയുകയും ചെയ്യുമെന്നും നിർദ്ദേശങ്ങൾ പറയുന്നു. തുല്യതാ അംബാസഡറും തുല്യതാ ഹെൽപ്പ് ലൈനും ഒക്കെയായി വൻ നിർദ്ദേശങ്ങളാണ് UGCയുടെ പാക്കേജിലുള്ളത്. മാർച്ച് 28 വരെ പൊതുജനങ്ങൾക്ക് ഈ മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ അവസരമുണ്ട്. ഇന്നത്തെ ഡെസ്ക് ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി.